പേരയം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വികസന പ്രവർത്തികൾക്കായി 5,09,00,000 രൂപ അനുവദിച്ചതായി PC വിശ്വനാഥ് MLA. പേരയം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ടൂറിസം വികസന പദ്ധതിക്ക് 50 ലക്ഷം രൂപ അനുവദിക്കണമെന്നും MLA പറഞ്ഞു. പേരയം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി 5,09,00,000 രൂപ നിലവിൽ അനുവദിച്ചിട്ടുണ്ടെന്നും ടൂറിസം വികസന പദ്ധതിക്ക് 50 ലക്ഷം രൂപ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിക്കുമെന്നും PC വിശ്വനാഥ് MLA പറഞ്ഞു. പേരയം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് പ്രിയങ്കരനായ അനീഷ് പടപ്പക്കരയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെല്ലാം തന്നെ ഇക്കാര്യത്തിൽ പഞ്ചായത്തിന്റെ പൊതുവികസനം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്ത് മെമ്പറും എല്ലാം തന്നെ ഈ പഞ്ചായത്തിന്റെ പൊതുവികസനം എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് പേരയം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 5 കോടി രൂപയ്ക്ക് മുകളിൽ നമുക്ക് ഈ പഞ്ചായത്തിൽ MLA എന്ന നിലയിൽ വിവിധ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും ആ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതിനും കഴിയുന്നത് എന്നുള്ള കാര്യം എനിക്കതിനകത്ത് ഇത് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമുക്കറിയാം, ഇത് നമ്മുടെ നിയോജകമണ്ഡലത്തിലെ മറ്റ് പഞ്ചായത്തുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. ഒട്ടേറെ വികസനപരമായ വെല്ലുവിളികൾ നേരിടുന്ന ഒരു പഞ്ചായത്താണ്. ആ വെല്ലുവിളികളെയും പരാധീനതകളെയും എല്ലാം അതിലംഘിച്ചുകൊണ്ടാണ് ഈ പഞ്ചായത്ത് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ വികസന ആവശ്യങ്ങളെ ഏറ്റെടുത്ത് യാഥാർത്ഥ്യമാക്കുന്നതിൽ മുന്നോട്ട് പോകുന്നത് എന്നത് ഏറെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര അധ്യക്ഷത വഹിച്ചു. വലിയ നേട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നത് വളരെ അഭിമാനാർഹമായ ഒരു കാര്യം തന്നെയാണ്. ഒട്ടേറെ നേട്ടങ്ങൾ എണ്ണി പറയാൻ ഇപ്പോൾ സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചു പോകുന്നില്ല. നമ്മുടെ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം അടക്കം എല്ലാ മേഖലയിലും കാർഷിക വളർച്ചയ്ക്ക് ആവശ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിലും, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി മേഖലകളുടെ സമഗ്ര വികസനത്തിനും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിനുമൊക്കെ ഒട്ടേറെ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കാനും അത് വിജയകരമായി പൂർത്തീകരിക്കാനും നേതൃത്വം നൽകാൻ ഈ ഭരണസമിതി കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഏറ്റവും വലിയ നേട്ടമായി. വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ, ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അരുൺ അലക്സ്, പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ B സ്റ്റാഫോർഡ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ N ഷേർലി, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വിനോദ് പാപ്പച്ചൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആലീസ് ഷാജി, ബിനോയ് ജോർജ്, P രമേഷ് കുമാർ, രജിത, ലത ബിജു, Y ചെറുപുഷ്പം, ഷാജി വട്ടത്തറ, B സുരേഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ J സുനിൽ ജോസ്, പഞ്ചായത്ത് സെക്രട്ടറി MG ബിനോയ്, അസിസ്റ്റന്റ് സെക്രട്ടറി C ഷാജി, M കുഞ്ഞുകൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.